മരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പ്രതിസന്ധിയുണ്ട്, അതുമല്ലെങ്കിൽ അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, മൂല്യച്യുതിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ വാർത്തകൾ ധാരാളം വരുന്നുണ്ടെങ്കിലും അതിനൊരു 50% ശരിയാണെന്ന് ഞാൻ അംഗീകരിക്കും. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഒരു കാലഘട്ടത്തിൽ മലയാള പ്രൊഫഷണൽ നാടകരംഗങ്ങളൊക്കെ ശക്തമായിരുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ അന്ന് ശക്തമായ നാടകൃത്തുക്കളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സംവിധായകരെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ശക്തരായ നടീനടന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് വർക്ക് ഒരുപക്ഷെ അന്നത്തെ നാടകങ്ങളെ അതിശക്തമാക്കിയിരുന്നിരിക്കാം. പിന്നെ അത് കൂടാതെ തന്നെ ഈ അന്ന് ഒരു നാടകം രംഗത്തെത്തുന്നതിന് മുമ്പ് വിവിധ തലത്തിൽ ഒരു ചർച്ച സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ തോപ്പിൽ വാസുദേവൻ നാടകമാണെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലുള്ള വിക്രമൻ നായർ ഇവരൊക്കെ പ്രതിഭാതരായ നാടകകൃത്തുക്കളും ഒക്കെ കൂട്ടായിരുന്ന സ്ക്രിപ്റ്റ് ചർച്ച ചെയ്യപ്പെടുകയും അതിനുശേഷം അതിന് ഒരു നാടകാവതരണത്തിൻ്റെ രൂപമുണ്ടാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന നാടകവേദി. അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ മലയാള നാടകവേദിയിൽ ഏതാണ്ട് 80-കൾ കഴിയുമ്പോൾ നാടകങ്ങൾ ഓപ്പൺ തിയേറ്ററിലേക്ക് കടന്നു വന്നു. അതായത് നമ്മൾ ഉത്സവപ്പറമ്പെന്നൊക്കെ പറയുന്ന വേദികളിലേക്ക് വരുമ്പോൾ ഈ നാടക എന്ത് അവതരിപ്പിച്ചാലും കാണാൻ ആളുണ്ട് എന്നൊരു ബോധം നാടക അവതാരകർക്കുണ്ടാകുകയും അത് നാടകത്തെ വല്ലാതെ ബാധിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, എന്ത് കണ്ടാലും നാടകം വന്ന് കൈയടിക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഈ വിരസത തോന്നി, നാടകങ്ങളൊക്കെ ഇതുപോലെയാണോ, എല്ലാം ഒരുപോലെ. അപ്പം നാടക അവതരണ ഗ്രൂപ്പുകളെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു കൂട്ടായ്മ ഇല്ലായ്മയാണ് ഒരുപക്ഷെ ഇന്നത്തെ നാടക വേദിയിലെ ഒരു പ്രതിസന്ധി എന്ന് എനിക്ക് തോന്നാറുണ്ട്. പ്രതിസന്ധി ഉണ്ട്, ഇപ്പൊ പ്രൊഫഷണൽ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ട്. വേദികൾ കുറയുന്നത് വേദികൾ കുറയുന്നതല്ല. വേദികൾ കുറയുക എന്ന് പറയുന്നത്, ഇപ്പോൾ പണ്ട് നമുക്കുണ്ടായിരുന്നത് എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയ, അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നാടകം എന്ന് പറയുന്ന മീഡിയ, 2 വിനോദ ഉപാധികളാണ് നമുക്കുണ്ടായിരുന്നത്. അതിനുശേഷം TV മുതലായ മീഡിയകൾ വന്ന് കയറുമ്പോൾ സ്വാഭാവികമായും കുറേ പേര് അങ്ങോട്ട് പോകും. അത് തെറ്റാന്ന് നമുക്ക് പറയാൻ പാടില്ല. അതുകൊണ്ട് നാടകത്തിന് പ്രേക്ഷകർ കുറഞ്ഞതുകൊണ്ട് നാടകവേദി ശുഷ്കമാകുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ വെസ്റ്റേണിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രോത്തോയുടെ തിയേറ്റർ, ഗ്രോത്തോവിസ്കി എന്ന് പറയുന്ന ലോക പ്രശസ്തനായ തിയേറ്റർ ഓഫ് പൂവർട്ടി, ദരിദ്ര നാടകവേദി എന്നാണ് പറയുന്നത്. ആ നാടകവേദിയിൽ 50 പേരെ കൂടുതൽ ഇരുത്ത് നാടകം കാണിക്കില്ല. അപ്പോൾ പ്രേക്ഷകർ കുറയുന്നു എന്നുള്ളതല്ല അതിൻ്റെ കാര്യം. നാടകത്തെ സംബന്ധിച്ച് ഇന്ന് ഈ നടീനടന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. അതൊരു നല്ലൊരു പെർഫോമിംഗ് ആർട്ടിസ്റ്റിനെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ഒരുവിധം കാണാനുള്ളതൊക്കെ പെൺകുട്ടികളെ സംബന്ധിച്ച് നേരെ സീരിയലിലേക്ക് ചേക്കാറുന്ന, സീരിയലിനുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് സൗന്ദര്യം മാത്രം മതിയല്ലോ. വേണമെങ്കിൽ നമുക്ക് ഡബ് ചെയ്യാം, ജസ്റ്റ് നമുക്കൊന്ന് ഡബ് ചെയ്തിട്ട് നന്നാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഷോട്ട്സ് നമുക്ക് മാറ്റിവെക്കാം. അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ ഒരു സംഭവം പറയുമ്പോൾ അതിൽ ഈ പറയുന്ന ആർട്ടിസ്റ്റിന്റെ ഫേസിലൊന്നും വരില്ലെങ്കിൽ അതിൻ്റെ ക്ലോസപ്പ് ഒഴിവാക്കാം. അപ്പൊ നാടകത്തിലൊന്നും വരില്ല. നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ക്യാരക്ടർ രംഗത്ത് നിൽക്കുകയാണെങ്കിൽ 6 പേരും മറ്റേ ടൈമിൽ ഫ്രെയിമിലാണ്. അപ്പോൾ അവരുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ടും റിയാക്ട് ചെയ്തേ പറ്റും. ആ ഒരവസ്ഥയുണ്ട്. പിന്നെ 2 ഇന്നത്തെ നാടകങ്ങളിലുള്ള വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഒരു പരാധീനത മലയാള നാടകവേദിക്കുണ്ട്. അല്ല, അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നല്ല നാടകത്തിനെ കൊണ്ട് നാടകം എഴുതിച്ച് സംവിധാനം ചെയ്ത് ഒരു ട്രൂപ്പ് ഇറക്കാൻ അസാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. എന്നല്ല ഞാൻ പറയുന്നത്, സാമ്പത്തിക ശാസ്ത്രമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ നാടകവേദിയിൽ ഒരു നാടകവേദി സംവിധാനം ചെയ്ത് ഒരു നാടകം ഇറങ്ങിയാൽ സാധാരണ ഇതിലൊരു നാടകസഭയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് അടുത്ത വർഷം ഈ നാടകം ഇറക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാവണമല്ലോ. അത് അസാധ്യമാണെന്ന്, അത് അസാധ്യമാണ് എന്നുള്ളത് ഏതാണ്ട് മിക്കവാറും നാടകത്തെ സംബന്ധിക്കുന്ന എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആ താങ്കളെ കൊണ്ടൊരു നാടകത്തിനെ ഇപ്പൊ നാടക സമിതി തുടങ്ങാനും ഒക്കെ പറ്റുള്ള സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്നെ പോലെയുള്ള ഒരു നാടകത്തിലെ സംവിധായകൻ ഇതിനകത്ത് പ്രധാനമായും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരെ കൊണ്ടേ ഇത് മുന്നോട്ട് പോകുള്ളൂ. അതെ, ഒരു വർഷം. ഇപ്പൊ അതുകൊണ്ട് അതിന് കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്, ഒരു നാടകം ഒരു വർഷം ഇറങ്ങിയാൽ അത് 2 വർഷം അല്ലെങ്കിൽ 3 വർഷം അതേ നാടകങ്ങൾ തന്നെ അവതരിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അതൊന്ന് 2 പണ്ടത്തെ പോലെയുള്ള നാടക വേദികൾ ഇന്നില്ല. വേദികൾ ഏതാണ്ട് 50%, 80-കൾ 90-കളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് 50%-ഓളം കുറഞ്ഞിട്ടുണ്ട്.
അമച്വർ വേദിയിൽ നിന്നല്ലേ ജയപ്രസാദ് പ്രൊഫഷണലിലേക്ക് വന്നത്? അപ്പൊ അമച്വർ പ്രൊഫഷണല് തന്നത് ഇങ്ങനെ നാടകങ്ങൾക്ക് വിവിധ തരത്തിലുള്ള വേദികൾ ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. മുമ്പേ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇന്ന് നിലനിൽക്കുന്നുണ്ട് അമേച്വർ നാടകവേദി എന്ന് പറയുന്നതും പ്രൊഫഷണൽ നാടകവേദി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഫോക്ക് തിയേറ്റർ എന്ന് പറയുന്ന നമ്മുടെ തനത് നാടക സങ്കല്പങ്ങളും നിലനിന്ന് പോകുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഒന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഞാനിതിൽ രണ്ട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒന്ന് അമേച്വർ വേദിയിലും ഈ ഫോക്കും ഞാൻ പരീക്ഷിച്ചു ഒരു നാടകത്താണ്. ഇത് മൂന്ന് മേഖലകളിലുള്ള സാഹചര്യങ്ങളനുസരിച്ചുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഉദാഹരണത്തിന് അമേച്വർ നാടകവേദി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുകയാണെങ്കിൽ അമേച്വർ നാടകങ്ങൾ നമുക്ക് ഒരു നാടകത്തിന് ഒരു സംവിധായകന് മനസ്സിൽ എന്താണോ നാടകം അത് അതിൻ്റെതായ അർത്ഥത്തിൽ എഴുതുവാനും സംവിധാനം ചെയ്യുവാനും കഴിയും. പക്ഷേ കാണുവാൻ പ്രേക്ഷകർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അമേച്വർ നാടകം തിരുവനന്തപുരത്ത് അവതരിപ്പിച്ചാൽ അതേ ഓഡിറ്റോറിയം തന്നെയാണ് കോഴിക്കോട് അവതരിപ്പിക്കുമ്പോഴും അപ്പം നാടകവുമായി പൂർണ്ണമായി ബന്ധമുള്ള ഒരു പ്രേക്ഷകൻ മാത്രമേ ഇതിന് മുമ്പിലേക്ക് വരുന്നുള്ളൂ എന്നുള്ള. അതല്ലെങ്കിൽ നാടകത്തെ പ്രവർത്തകരും നാടക സംവിധായകരും ഒക്കെ ചേരുന്ന ഒരു പ്രേക്ഷകനാണ്. അപ്പൊ നമുക്ക് പുതുതായി ഒരു പ്രേക്ഷകനും ഈ നാടകത്തിലേക്ക് വരുന്നില്ല. ശരിയാ. കാരണം തിരുവനന്തപുരത്ത് ഒരു ദേശീയ നാടകോത്സവം നടന്നാലും കോഴിക്കോട് നടന്നാലും അല്ലെങ്കിൽ അമേച്വർ നാടക മത്സരം നടന്നാലും കാണുന്ന പ്രേക്ഷകർ ഏകദേശം ഒരുപോലെ ഇവിടെ കാണുന്നവർ തന്നെ അവിടെ. ഞാൻ ഈ അമേച്വർ മത്സരങ്ങൾക്ക് എല്ലാ മത്സരങ്ങൾക്കും ഞാൻ പോയി കാണുന്ന ഒരാളാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാർ മാത്രമേ. പ്രൊഫഷണൽ നാടകവേദി അങ്ങനെയല്ല. പ്രൊഫഷണൽ നാടകവേദിയെ സംബന്ധിച്ച് ഇതൊരു മിക്സഡ് ഓഡിറ്റോറിയമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ തൊഴിലാളി ഉണ്ടാകും, അല്ലെങ്കിൽ പ്രായമായ സ്ത്രീകളുണ്ടാകും, നാടകത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരുണ്ടാവും, നാടകം പഠിക്കുന്നവരുണ്ടാവും. ഇതെല്ലാം കൂടി ചേരുന്നൊരു ഓഡിറ്റോറിയമാണ്. അങ്ങനെ വരുമ്പോൾ ഈ നാടകത്തിന് ഈ സത്യസന്ധത ഒരു പരിധിവരെ ഉപേക്ഷിക്കപ്പെടുന്നു. സ്വാഭാവികമായി സത്യസന്ധത ഉപേക്ഷിക്കപ്പെട്ടാലും നാടകത്തിൻ്റെ നാടക ശരീരത്തിന് അപകടം ഇല്ലാത്ത രീതിയിലുള്ള ഒരു സമീപനത്തിലൂടെ കൊണ്ടുപോയാൽ നാടകത്തിന് അപകടം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അനുഭവം ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഈ 10-45 വർഷമായിട്ട് നമ്മുടെ ഈ പ്രൊഫഷണൽ നാടകവേദിയിൽ കാര്യമായ എന്തെങ്കിലും ചേഞ്ച്, അല്ലെങ്കിൽ ഇപ്പം തോപ്പിൽ ഭാസിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കി, അതിന് മുമ്പത്തെക്കുറിച്ച് സ്ത്രീ നാടകം അങ്ങനെയൊക്കെ വരുന്ന മാറ്റങ്ങൾക്ക് പ്രസക്തി ഇല്ലാതായിട്ടുണ്ട്. ഇപ്പൊ ഒരുപോലുള്ള നാടകങ്ങളല്ലേ കണ്ടു സംഗീത നാടക രീതിയിൽ. ആ ചോദ്യത്തിൽ ഒരു കഴമ്പുള്ളൊരു ചോദ്യമാണ്. എങ്കിലും തോപ്പിൽ ഭാസിയുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നാടകം എന്ന് പറയുന്നത് നാടക സാഹിത്യത്തെ മാത്രം ബേസ് ചെയ്ത നാടകങ്ങളാണ്. ഒരു നാടക സാഹിത്യം എടുത്തു വെച്ചുകൊണ്ട് അതിനെ സ്റ്റേജിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതല്ലാതെ അതിനൊരു വ്യാഖ്യാനം എന്ന രീതിയിൽ ഉണ്ടായിട്ടില്ല. ഇന്നത്തെ നാടക സമ്പ്രദായങ്ങളിലൊക്കെ പാശ്ചാത്യ നാടുകൾ തൊട്ട് നമ്മുടെ ഒക്കെ നാടകങ്ങളിലേക്ക് കടന്നു ഒരു സംവിധായകന്റെ ഒരു അരങ്ങേറ്റമാണ്. അതൊരു പക്ഷേ 80കളുടെ കാലഘട്ടത്തിലാണ് സംവിധായകൻ എന്ന് പറയുന്ന ഒരാളുണ്ടെന്നും അയാൾക്ക് ഒരു നാടകത്തെ വ്യാഖ്യാനം ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ബോധമുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാടകത്തിന് കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ടെക്നോളജിയെ പലരും ഇങ്ങനെ കുറ്റം പറയുമെങ്കിലും നമുക്ക് ഒരു പ്രകാശം എന്ന് പറയുന്നത് അത് ഉപയോഗിച്ചുകൊണ്ടും വൈകാരികത ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ലൈറ്റിംഗ് ഷെയ്ഡ് അതിൽ ഒരു ആളെ നിർത്തുക, അല്ലെങ്കിൽ അയാളുടെ മനസ്സിൻ്റെ 2 തലങ്ങളെ ചിത്രീകരിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു മാറ്റം നാടകവേദിക്ക് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംവിധായകൻ എന്ന് പറയുന്ന കരുത്തനായ ഒരു സംവിധായകനാണെങ്കിൽ നമുക്ക് അങ്ങനെ കുറേ നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു, ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്താണ് പറയുന്നത്. ഇപ്പോൾ നരേന്ദ്ര പ്രസാദിന്റെ ഈ സൗവർണിക എന്ന് പറയുന്നൊരു നാടകമാണ്. സാധാരണ നാടകത്തിലിട്ടുന്നൊരു നാടകമാണ്. അതൊക്കെ ഒരു പക്ഷേ നാടകത്തിന് ഒരു വളരെ മാറ്റം വന്ന നാടകമാണ്. തോപ്പിൽവാസിയുടെ നാടകങ്ങൾക്ക് ശേഷം വന്ന ഒരു മാറ്റം തന്നെയാണ്, അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഒരു നാടകത്തെ ഒരു പഠനമായിട്ട് കൊണ്ടുവരുന്ന ഒരു പുതിയ തലമുറ വളർന്നു വന്നില്ലേ 75-നൊക്കെ ശേഷം? അങ്ങനെ ഒരു ഗൗരവതരമായ ഒരു പഠനത്തിന് വിധേയമാകേണ്ടതാണോ നാടകം? തീർച്ചയായിട്ടും നമുക്ക് നാടകം വിനോദ ഉപാധി എന്ന് പറയുന്നതിൽ നിന്നുപരിയായി നാടകം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ മാറ്റിമറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശക്തി ഉള്ള ഒരു മാധ്യമമാണ് നാടകം. ഒരു പക്ഷേ ഈ ടി വിയേക്കാളും സിനിമയെക്കാളും ഒക്കെ അത്രയും ശക്തമായ ഒരു മാധ്യമമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലോക ക്ലാസിക്കുകൾ എടുത്തു കഴിഞ്ഞാൽ
ഇപ്പോൾ ഷേക്സ്പിയർ ആയിരുന്നാലും ബൊള്ളാഷി ആയിരുന്നാലും നാടകങ്ങൾ ഇന്നും പറയുമ്പോൾ നമ്മൾ ഷേക്സ്പിയറിന്റെ നാടകം ഇത് നിലനിന്ന് പോകുന്നത് നാടകം എന്ന് പറയുന്ന മാധ്യമത്തിന്റെ ശക്തി തന്നെയാണ്. അപ്പൊ അത് പഠന വിഷയമാക്കേണ്ടതാണ്, അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് മൗലിക പ്രതിഭയല്ലേ പ്രസക്തി? ഒരു നാടകകൃത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് മൗലികമായ പ്രതിഭയ്ക്കല്ലേ പ്രാധാന്യം? അതോ ഇത് പഠിച്ച നാടകം എഴുതാൻ പറ്റും? അല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്, പഠന വിഷയമാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ പഠിച്ചിറങ്ങുന്നതിനിപ്പോ നമുക്ക് ഈ സ്കൂൾ ഓഫ് ഡ്രാമ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പം ഇന്നുണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ച ഒരാള് നാടകം പഠിച്ചിറങ്ങിയാൽ അയാള് നാടകകൃത്താവില്ല, അയാള് സംവിധായകനുമാവില്ല. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാല്, IT ഈ കാർപ്പൻട്രി എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. ഇപ്പൊ കാർപ്പൻട്രി പാസ്സായി ഇറങ്ങിയാൽ ഇപ്പൊ ഞാൻ വർക്കുന്ന ഷിപ്പ്യാർഡിൽ ഒരു ജോലി കിട്ടും. പക്ഷെ അയാൾ പെരുന്തച്ഛനാവില്ല. ഇനി പെരുന്തച്ഛൻ എന്ന് പറയുന്ന ആള് IT പോകേണ്ട കാര്യമില്ല എന്ന് പറയുന്ന പോലെ ഈ പെരുന്തച്ഛന്മാരെയാണ് സത്യത്തിൽ നമുക്ക് നാടകവേദിക്ക് ആവശ്യം. അത്തരം പെരുന്തച്ഛന്മാരുടെ ശാസ്ത്രീയമായ ചില ഗുണം അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു അവസരം ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടാം. അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവര് ഈ സ്കൂൾ ഓഫ് ഡ്രാമ പോലെയുള്ള സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്നാൽ ഞാനത് ക്വാളിഫിക്കേഷനുള്ള ആളാണ്, അതുകൊണ്ട് ഞാനാണ് ഏറ്റവും വലിയ ആൾ എന്ന് പറയാനൊരു കാര്യമില്ല. അത് ഏത് മേഖലയിൽപ്പെട്ട ആളും ആ സ്ഥലത്തെത്തുമ്പോൾ, ആ വേദിയിലെത്തുമ്പോൾ അയാൾക്ക് അയാളുടെ പ്രതിഭയാണ് മാർക്കിടുന്നത്. അയാളുടെ മാർക്ക് കിട്ടുന്നപ്പോൾ അയാളുടെ പ്രതിഭയിലാണ്. അത് ആ ഒരു പഠന വിഷയം ആക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്നെ പഠിക്കേണ്ടത് തന്നെ. അത് ശരിയാണെങ്കിൽ കൂടി ഈ ഇതിന്റെയൊക്കെ മറവിൽ ഇങ്ങനെ പഠിച്ചവരാണെന്ന് ഭാവിച്ചുകൊണ്ട് കള്ളനാണയങ്ങൾ ഈ ഒരുപാട് ഈ സ്ഥലങ്ങളിൽ കാണാറുണ്ട്. അവരൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട അങ്ങനത്തെ പ്രവർത്തനങ്ങളിൽ ചെന്ന് ഇടപെടാറുണ്ടോ? അതെങ്ങനെയാന്ന് വെച്ചാല്, ഇതിപ്പോ ഈ കള്ളനാണയങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളതാണല്ലോ, സംശയമില്ലാത്ത കാര്യമാണ്. എങ്കിലും ഇവരൊക്കെ ഇപ്പൊ ഞാൻ എൻ്റെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നുള്ള എൻ്റെ കുറെ സുഹൃത്തുക്കൾ, അവരൊക്കെ നാടകത്തെക്കുറിച്ച് ശരിക്കും ബോധമുള്ള ഒരു നാടകം എങ്ങനെ സമൂഹത്തിലെ അത് പ്രസന്റ് ചെയ്ത് അതൊരു സത്യസന്ധമായൊരു നാടകമാക്കാം എന്ന് ചിന്തിച്ചിരുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. ബാലേന്ദ്രൻ, ചിറമേല, ഇങ്ങനെയൊക്കെയുള്ള ഒരു നല്ല പ്രതിഭകൾ. ആദ്യത്തെ ബാച്ച്, രണ്ടാമത്തെ ബാച്ച് വരെയൊക്കെ നല്ല ഒരു പ്രതിഭകളാണ്. ശങ്കരപ്പിള്ള സാറായിരുന്നു അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്ന സാറായിരുന്നു പ്രിൻസിപ്പല്. അപ്പൊ അവരുമായുള്ള ബന്ധപ്പെടൽ കൊണ്ട് എനിക്കും ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ചില ക്ലാസിക് നാടകങ്ങൾ ചെയ്തിരിക്കുന്നതിന്റെ CD കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വളരെ ഗുണകരമായ കാര്യങ്ങളാണ്, എന്ന് പറയാൻ പറ്റില്ല. ഇതിന് ശേഷം അപ്പൊ ഞാനിത് പറയുമ്പോൾ